ക്രിസ്മസ്. താങ്കൾ സ്ക്രൂജോ മാറിയോ? ഞങ്ങൾ പുറത്ത് ബോർഡ് കണ്ടു. ഞാൻ ഇവരിൽ രണ്ടാളുമല്ല. ഞാൻ മിസ്റ്റർ സ്ക്രൂജിന്റെ ജോലിക്കാരൻ. മിസ്റ്റർ മാർലി ഇന്നേക്ക് 7 വർഷം മുമ്പ് മരിച്ചു. ഞങ്ങൾ ഒരു സന്നദ്ധ സംഘടനയിൽ നിന്നും വരുന്നു. നിർധനരും നിരാലംബരുമായ പാവങ്ങളെ സഹായിക്കാനായി സംഭാവന ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്. അത് ചോദിക്കാൻ പറ്റിയ സ്ഥലമല്ലിത്. പിശുക്ക് കാരണം 7 വർഷമായി പുറത്തെ ബോർഡ് പോലും മാറ്റിയിട്ടില്ല. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഒരു കുഴപ്പവുമില്ലാത്ത ആ ബോർഡ് മാറ്റാൻ കളയാനോ? ഗുഡ് ഈവനിങ് മിസ്റ്റർ സ്ക്രൂജ്. ഇത് ക്രിസ്തുമസ് ആണല്ലോ. ദുരിതം അനുഭവിക്കുന്ന പാവങ്ങളെ സഹായിക്കാൻ താങ്കളുടെ സഹകരണം അഭ്യർത്ഥിച്ചു വന്നതാണ് ഞങ്ങൾ. എത്രയാണ് ഞങ്ങൾ എഴുതേണ്ടത്? ഓ, താങ്കൾ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കും. പേര് താൻ എത്ര വേണേലും എഴുതിക്കും. പണമൊന്നും ഞാൻ തരത്തില്ല. ഈ തണുപ്പിൽ മരിച്ചു വീഴുന്ന അനേകരുണ്ട് സാർ. അധ്വാനിക്കാൻ പറ്റാത്തവനൊക്കെ മരിക്കട്ടെ. അങ്ങനെങ്കിലും കണക്കില്ലാതെ ഓടുന്ന ഈ ജനസംഖ്യ ഒന്ന് കുറയട്ടെ. ക്രിസ്തുമസ് ഞാൻ ആഘോഷിക്കാറില്ല. അലസരും വെട്ടികളുമായവർക്ക് ദൂർത്തടിക്കാൻ എന്റെ കയ്യിൽ പണമില്ല. നിങ്ങൾക്ക് പോകാം. ക്രിസ്തുമസ് ക്രിസ്മസ് ബോബ്. Merry Christmas. ഇതെന്താ? നല്ല തണുപ്പ്. തനിക്കൊരു കോട്ടും കൂടി എടുത്തിട്ട് കൂടെ അതിന് ഞാൻ പണം ചെലവാക്കണം. ഞാൻ ഓർത്തു. താനേ ഓർത്തോ? തന്നോട് ആരാടോ ഓർക്കാൻ പറഞ്ഞത്? എടോ, താനേ ഓർക്കുന്ന സമയത്തിന്റെ പൈസയും ഞാനല്ലേടോ തരേണ്ടത്. തമാശ പറയുകയാണ്. എന്ത് തമാശ? മേറി ക്രിസ്തുമസ് പോലും മേറിയാകാൻ എന്ത് അവകാശമാണ് നിനക്കുള്ളത്? യാതൊരു പണവുമില്ലാത്തവന്റെ ഒരു മേറി ക്രിസ്തുമസ്. എന്താണ് തങ്ങൾ ഇത്ര ദേഷ്യപ്പെടാൻ? അങ്കിളിന് എന്ത് അവകാശമാണുള്ളത്? അങ്കിളിന് ആവശ്യത്തിലേറെ പണമുണ്ട്. എന്നെ നീ വെറുതെ വിട്ടേ. നീയും നിന്റെ എന്ത് നന്മയാണ് ഈ ക്രിസ്മസ് ആഘോഷം ഇടക്ക് കൊണ്ട് തന്നിട്ടുള്ളത്. എനിക്ക് ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നല്ലതും ചീത്തയുമായിട്ടുണ്ട്. പക്ഷേ ക്രിസ്തുമസ് അത് പരിശുദ്ധമാണ്. ക്രിസ്തുമസ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന പുണ്യരാത്രിയാണ്. വർഷത്തിന്റെ നീണ്ട കലണ്ടറിൽ ഈ ഒരു സമയത്ത് മാത്രമേ മനുഷ്യർ തങ്ങളുടെ ഇടുങ്ങിയ ഹൃദയങ്ങൾ സന്തോഷത്തോടെ തുറക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു ചെടിക്കാശ് പോലും ക്രിസ്തുമസ് എനിക്ക് തന്നിട്ടില്ലെങ്കിലും എനിക്ക് ക്രിസ്തുമസ് നല്ലത് വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്കിൾ ഈ ക്രിസ്തുമസ് ദിവസത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി ഒരു ശബ്ദം കൂടെ കേട്ടാൽ ക്രിസ്തുമസ് ആഘോഷിക്കാനായി നിനക്കൊരു ജോലി പോലും ഉണ്ടാവില്ല. ഉഗ്ര പ്രസംഗം കൊള്ളാം. അങ്കിൾ പരിഹസിക്കാതിരിക്കും. നാളെ ക്രിസ്മസ് വിരുന്നിന് അങ്കിളിനെ ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. നാളെ നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. നിനക്ക് പോകാം. ഞങ്ങൾക്ക് സമ്മാനമോ പണമോ ഒന്നും വേണ്ട. നമുക്ക് സ്നേഹത്തോടെ ഇരുന്നുകൂടെയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ. അങ്കിൾ എന്താണ് ഇത്ര അസ്വസ്ഥനായിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ക്രിസ്തുമസിന് സന്തോഷം ഞാൻ ആശംസിക്കട്ടെ. മെറി ക്രിസ്മസ് അങ്കിൾ. ഗുഡ് ആഫ്റ്റർനൂൺ. ഐ സെഡ് ഹാപ്പി ന്യൂ ഇയർ. ഹൈ ബോബ്. മെറി ക്രിസ്മസ്. ആഴ്ചയിൽ 15 ശില്ലിങ്ങിന് മാത്രം ശമ്പളം. പോറ്റാൻ ഭാര്യയും മക്കളും മറ്റു പരാധീനതകളും. എന്നിട്ട് അവനാ പറയുന്നത് മേറി ക്രിസ്തുമസ്. നാളെ മുഴുവനും അവധി വേണമായിരിക്കും
ആണ്ടിലൊരു ദിവസമല്ലേ ഉള്ളൂ സാർ. എന്നാ തനിക്ക് കുറച്ചു നേരം കൂടെ ജോലി ചെയ്തു കൂടെ ഇന്ന്? എന്റെ കുഞ്ഞ് അവന് സുഖമില്ല സാർ. അവന് വേണ്ടത് കൊടുക്കാൻ എനിക്കാവുന്നില്ല. പക്ഷേ അവന്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ എന്തെങ്കിലും സമ്മാനം മേടിക്കണം. മറ്റന്നാൾ നേരത്തെ ജോലി തുടങ്ങിക്കോളാം. ഗുഡ് നൈറ്റ് സാർ. നിന്റെ ബിസിനസ് പങ്കാളിയായിരുന്ന ജേക്കബ് മാർലി. നീ എന്തിനാ വന്നത്? എന്നെ പേടിപ്പിക്കാൻ? നിന്നെ പേടിപ്പിക്കാനല്ല, രക്ഷിക്കാനാണ് ഞാൻ വന്നത്. ഈ ചെങ്ങലയിൽ കിടക്കുന്ന നീ എന്താണിതല്ല? ജീവിച്ചിരുന്നപ്പോൾ ഞാൻ തന്നെ എനിക്ക് വേണ്ടി നിർമ്മിച്ച ചങ്ങലകൾ. ഓരോ കണ്ണിയും എന്റെ സൃഷ്ടി തന്നെ, എന്റെ പ്രവൃത്തികളുടെ ഫലം. ഇതെല്ലാം നിനക്കും പരിചയമില്ലേ? ഈ വലിയ താക്കോലുകൾ, ഈ പെട്ടികൾ, പ്രമാണങ്ങൾ, ലക്ഷണങ്ങൾ എല്ലാം നിനക്കായി നീയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചങ്ങലകളുടെ ഭാരവും നീളവും കണ്ട് ഭയന്നിട്ടാണ് ഞാൻ വന്നത്. മാർലി, നീ കച്ചവടത്തിൽ ബഹുമെടുക്കണായിരുന്നല്ലോ. കച്ചവടം, ലാഭം, സമ്പത്ത് എല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാവേണ്ടിയിരുന്നു. മനുഷ്യ സ്നേഹവും സേവനവുമാവേണ്ടിയിരുന്നു പ്രധാന ബിസിനസ്. സമ്പത്ത് ഞാൻ ഒത്തിരി നേടി. എന്നിട്ട് ഇന്ന് ആ ഭാരവും വഹിച്ച് ഞാൻ അലയുന്നു. സ്ക്രൂജ്, നിനക്കറിയുമോ, ക്രിസ്തുമസ് കാലത്താണ് ഞാൻ ഏറ്റവും സഹിക്കുന്നത്. ഈ വഴികളിലൂടെ ആരെയും നോക്കാതെ, ഒന്നും കാണാതെ തല താഴ്ത്തി നടക്കുകയല്ലേ ഞാൻ ചെയ്യുന്നത്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിന് മുകളിലെ നക്ഷത്രം പോലെ
പാവപ്പെട്ട എത്രയോ കുടിലുകളിലെ വെളിച്ചം കണ്ടെങ്കിലും അവിടെ എന്തെങ്കിലും പോയോ? രോഗവും വിശപ്പും തണുപ്പും കൊണ്ട് കരയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മമാർക്ക് വേണ്ടി ഇപ്പോൾ ഞാനാണ് അവർക്ക് ദൈവം എന്ന തിരിച്ചറിവോടെ എന്തെങ്കിലും ചെയ്തു. ആത്മാവിന്റെ വേദന പറഞ്ഞറിയിക്കാനാവില്ല സ്ക്രൂജ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കാം. നീ അല്പം കൂടി എന്നോട് സ്നേഹത്തോട് സംസാരിക്കൂ. നിനക്കിപ്പോൾ അത് ആവശ്യമായി തോന്നുന്നു അല്ലേ? നിനക്കൊരു മുന്നറിയിപ്പ് തരാൻ മാത്രമാണ് ഞാൻ വന്നത്. എന്റെ വിധി നിനക്കുണ്ടാവാതിരിക്കാൻ. ഇന്ന് രാത്രി 3 ഭൂതങ്ങൾ നിന്റെ മുന്നിൽ വരും. അപ്പോ അതാണോ രക്ഷപ്പെടാനുള്ള വഴി? എനിക്ക് വേണ്ട അങ്ങനെ രക്ഷപ്പെട. നീ എന്നെ പേടിപ്പിക്കാതെ പൂർവ്വം തന്നെ വേണോ? വേണം മിസ്റ്റർ സ്ക്രൂജ്. അവരെ കാണാതെ ഒരുവനും രക്ഷപ്പെടാൻ കഴിയില്ല. അവർ ഓരോരുത്തരായി നിന്റെ മുന്നിൽ വരും. എന്നാൽ അവർക്കെല്ലാം ഒരുമിച്ച് വന്നുകൂടെ? എല്ലാ ദിവസത്തെയും ജീവിതം നീ ഒരുമിച്ചല്ലല്ലോ ജീവിക്കുന്നത്. എന്നെ നീ ഇനി പ്രതീക്ഷിക്കേണ്ട. നീ കാണുന്ന നിന്റെ ജീവിതങ്ങൾ നിന്നെ നന്മയിലേക്ക് നയിക്കട്ടെ. അതെ, ഞാൻ നിന്റെ കഴിഞ്ഞകാല ക്രിസ്തുമസുകളുടെ ഭൂതം. അവയെല്ലാം ഞാൻ നിന്നെ ഒന്നുകൂടി കാട്ടിത്തരാം. വരൂ. നോക്കൂ, ഈ സ്ഥലങ്ങൾ നിനക്കറിയുമോ? എന്റെ സ്ഥലം, നടന്ന എന്റെ വഴികൾ, എന്റെ കളിസ്ഥലം. ഏറെ വർഷങ്ങളായി നീ ഇത് മറന്നുപോയിരുന്നു. കളിക്കാനും ചിരിക്കാനും എല്ലാം. നോക്കൂ, അവനെ അറിയുന്നു. അത് ഞാൻ തന്നെ. ആലിബാബയാണ് വരുന്നത്. എന്നോട് കഥ പറയാൻ, എനിക്ക് സമ്മതം തരാൻ, എന്നെ സ്നേഹിക്കാൻ. ആലിബാബ എന്റെ സ്കൂൾ ഹോസ്റ്റൽ. അവിടേക്ക് ആരും വരില്ലായിരുന്നു. അപ്പനും അമ്മയും ബന്ധുക്കളും ആരും. ആലിബാബ മാത്രം വരും.
ഇന്നലെ രാത്രി ഇതുപോലൊരു കുട്ടി എന്റെ അടുത്ത് പറഞ്ഞു. അവൻ എന്തെങ്കിലും കൊടുക്കാമായിരുന്നു. വരൂ, നോക്കൂ. മോളെ, നീ എന്തെങ്കിലും വിശേഷം? വലിയൊരു വിശേഷം അറിയിക്കാനാണ് ഞാൻ വന്നത്. ചേട്ടനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവാൻ ഞാൻ ധൈര്യമായിട്ട് ഡാഡിയോട് ചോദിച്ചു. ഡാഡി സമ്മതിച്ചു. ചേട്ടൻ വീട്ടിലേക്ക് വരാൻ. ഇനി നമുക്ക് ഒന്നിച്ച് വീട്ടിൽ താമസിക്കാം. നമ്മുടെ വീട് ഒരു കൊച്ചു സ്വർണം പോലെ ആക്കണം. ഈ ക്രിസ്മസ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആക്കണം. ചേട്ടൻ വേഗം വാ, നമുക്ക് പോകാം. ശരി, നമുക്ക് പോകാം. സ്നേഹമുള്ള കുഞ്ഞു പെങ്ങൾ അല്ലേ? എന്നെ ഏറ്റവും സ്നേഹിച്ചവൻ തീരെ മെലിഞ്ഞിട്ടായിരുന്നു. എത്ര സ്നേഹം പിണങ്ങിക്കഴിഞ്ഞിരുന്ന എന്നെ വീട്ടിൽ കയറ്റാൻ പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്തവൾ അവൾ ഞങ്ങളെ വിട്ടുപോയി. കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയും ഉണ്ടായ ശേഷം അല്ലേ? അതെ. അങ്കിൾ എന്താണ് ഇത്ര അസ്വസ്ഥനായിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ക്രിസ്തുമസിന് സന്തോഷം ഞാൻ ആശംസിക്കട്ടെ. മെറി ക്രിസ്മസ് അങ്കിൾ. എന്തു പറ്റി? അവൻ ഇന്നെ വീട്ടിൽ വന്നിരുന്നു. അവനെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അവൾ മരിച്ചത്. ക്രിസ്മസ് വളർന്ന ശേഷം എനിക്ക് അവനെ നോക്കാനും അന്വേഷിക്കാനും പറ്റി. സ്നേഹം കൊടുത്തില്ല. വരൂ, നോക്ക്. അയാളെ അറിയുമോ? എന്റെ ബോസ്. എത്ര സന്തോഷവാനായിരുന്നു ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നിടത്തോളം കാലത്ത്. ക്രിസ്തുമസ് രാത്രികൾ അവ ഉത്സവങ്ങളായിരുന്നു. ഓ, ഏതാനും പൗണ്ടുകൾ ചെലവഴിച്ച് ഒരു പാർട്ടി നടത്തുമ്പോഴോ? അല്ല, അതല്ല കാര്യം. ഞങ്ങളോട് എത്ര സ്നേഹത്തോടായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നു. മുഴുവനും അവധി വേണമായിരിക്കും അല്ലേ? അതിലൊരു ദിവസമല്ലേ ഉള്ളൂ സാർ. എന്നാ തനിക്ക് കുറച്ചു നേരം കൂടി ജോലി ചെയ്ത് കൂടെ ഇന്ന്. എന്റെ കുഞ്ഞ്. എന്തു പറ്റി? എന്റെ പാർക്ക് പൂവിനെ ഒപ്പം കണ്ടിരുന്നെങ്കിൽ എനിക്ക് അല്പം സംസാരിക്കാമായിരുന്നു. ഇനിയും മുന്നോട്ട്. ഒന്ന് വേഗം തീർക്ക്, ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാം. സാറേയും കുടുംബവും നിന്നെ കാത്തിരിക്കുന്ന കാര്യം നീ മറന്നോ? ജേക്കബ്, നീ എന്റെ പാർട്ട്ണറാണല്ലോ. ജോലിയാണ് പ്രധാനം, മറ്റെന്തിനേക്കാളും. എനിക്ക് വളരണം. ജോലിയും സെന്റിമെന്റ്സും അത് ഒരുമിച്ച് പോകില്ല. സാറയുടെ കുടുംബത്തിന്റെ ഒരു ഡിന്നർ പോകാൻ പറഞ്ഞു. ഓഹോ, എന്നോട് പോകാനാണോ പറഞ്ഞത്? എനിക്കറിയായിരുന്നു നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന്. ഡിന്നർ ഒരുക്കി വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് ഭയന്നിരിക്കുമായിരുന്നു എന്റെ അച്ഛനും അമ്മയും. പുറത്തുനിന്ന് ഞാൻ എല്ലാം കേട്ടു. ഞാൻ വിശ്വസിച്ചു കൊള്ളാം. പക്ഷേ എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ തിടുക്കമായി. വരൂ, പോകാം. മിസ്റ്റർ മാളി പോയിക്കോളൂ. എനിക്ക് എബിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സാറാ, നീ ഒന്നോർക്കണം. എന്തൊക്കെ പറഞ്ഞാലും ഇവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹം എനിക്ക് മതിയായി. നിങ്ങളുടെ ന്യായങ്ങൾ. 1 വർഷം മുഴുവനും ഞാനും എന്റെ കുടുംബവും ഇത് സഹിച്ചു. ഇനി വയ്യ. പറഞ്ഞു നിങ്ങളുടെ ഭർത്തോടുള്ള സ്നേഹത്തെ പറ്റി. പക്ഷെ ഞാൻ നിനക്ക് വേണ്ട സമ്മാനങ്ങൾ തന്നിട്ടുണ്ടല്ലോ. വജ്രമാല, നെക്ലസ് എല്ലാം. തന്നെയുമല്ല
ജോലി വളരെ പ്രധാനപ്പെട്ടതാണ് എന്റെ അല്ല നമ്മുടെ ഭാവിക്ക്. ഇനിയും സഹിക്കാൻ വയ്യ എബി, നമുക്ക് പിരിയാം. ഞാൻ സ്നേഹിച്ച നിന്നിൽ എബിയോട് പിണക്കങ്ങളൊന്നുമില്ലാതെ ഞാൻ വിട പറയട്ടെ. തൽക്കാലം എബിക്ക് വിഷമം തോന്നിയേക്കാം, സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ അലങ്കാരത്തിന് ഒരാളില്ലാത്തതിന്. നീ തെരഞ്ഞെടുത്ത സ്വർണ്ണ വിഗ്രഹം നീ ആഗ്രഹിക്കുന്ന സ്നേഹം തരട്ടെ. സ്ക്രൂജ്, അതെല്ലാം വെറും നിഴലുകൾ മാത്രം. കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നിനക്കിനി നിയന്ത്രണമില്ലല്ലോ. ഞാൻ അവളെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. അത് നീ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തോ? എനിക്ക് വയ്യ. നശിച്ച സമയം. സ്ക്രൂജ്, നിന്റെ തന്നെ ഇന്നലകൾ. എന്നെ കുറ്റപ്പെടുത്തല്ല. നിന്നെ ഇവ കാട്ടിത്തരുവാനുള്ള എന്റെ ജോലി കഴിഞ്ഞു. ഞാനിതാ പോകുന്നു. അതെ, ഞാൻ നിന്റെ ഇന്നത്തെ ക്രിസ്തുമസിന്റെ ഭൂതം. Come on, follow me. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. Because today's Christmas night. നോക്ക്, ഡെക്കറേഷൻസ്, സ്റ്റാർസ്, ആളുകൾ പാതിര കുർബാന കഴിഞ്ഞ് വരുന്നുണ്ടില്ലേ? ആ ഫാമിലിയെ അറിയും. മിസ്റ്റർ സ്മിത്തിന്റെ ഭാര്യ സാറ, മകൾ സാന്ദ്രേ. പക്ഷേ എനിക്ക് കല്യാണം നിശ്ചയിച്ചിരുന്നു. ഇനി നമുക്ക് ബോബിന്റെ വീട് വരെ പോകാം. ഫോളോ മീ. നോക്കൂ, എത്ര ശ്രദ്ധയോടാണ് അവർ നോക്കുന്നത്. എന്ത് ഫലം! അവൻ മരിക്കുമോ? അവന് വേണ്ട ചികിത്സ കൊടുത്ത അവർക്ക് പണമില്ല. ഭാവിയുടെ നിഴലുകൾ നീ മാറ്റി വരയ്ക്കുന്നില്ലെങ്കിൽ കമോൺ, ഇനി ഫ്രെഡിന്റെ വീട്ടിലേക്ക്. നോക്കൂ, അവരുടെ പെരുമേശ നീ കളിയാക്കി വിട്ടിട്ട് നിനക്കായി ഒഴിച്ചിട്ടിരിക്കുന്നു കസേര. നിന്നെ പറ്റി അവർ നല്ലതേ പറയുന്നുള്ളൂ. ഞാൻ എന്റെ ഫ്രണ്ട് നിഴലുകൾ മാറ്റി വരയ്ക്കേണ്ട നിഴലുകൾ. എന്റെ വരാനിരിക്കുന്ന ക്രിസ്തുമസിന്റെ ഭൂതമാണ്. വരാനിരിക്കുന്ന സംഭവങ്ങളുടെ നിഴലുകളാണോ?
എന്നെ കാട്ടിത്തരാൻ പോകുന്നത്? ഭാവിയുടെ ഭൂതമേ, മുമ്പ് വന്നവരെക്കാൾ നിന്നെ ഞാൻ ഭയപ്പെടുന്നു. പക്ഷേ നീ എനിക്ക് നല്ലത് വരുത്തുമെന്ന് എനിക്കറിയാം. ദയവായി നീ എന്നോട് എന്തെങ്കിലും സംസാരിക്കില്ലേ? വഴി കാണിക്ക്, എന്നെ വഴി കാണിക്ക്. ഇതാ ഇതാ രാത്രി തീരാറായി, എന്നെ പെട്ടെന്ന് വഴി കാണിക്കും. അയാള് മരിച്ച വിവരം അറിഞ്ഞോ? ഓ, അറിഞ്ഞിരുന്നു. അയാൾ ഓർത്തിട്ടുണ്ടാവാം ഒരിക്കലും മരിക്കുകയില്ലെന്ന്. ശവസംസ്കാരത്തിന് പോകുന്നു, ആരും ഉണ്ടാവില്ല. ശരിയായ ഒരു ശവസംസ്കാരം തന്നെ കാണുമെന്ന് തോന്നുന്നില്ല. ഏതായാലും നമുക്ക് തന്നെ മുൻകൈ എടുത്ത് അത് ചെയ്യണം. നിങ്ങൾ ചെയ്യണം, ചെയ്യണം. അവർ ആർക്കു വേണ്ടിയാ ഈ ചെയ്യുന്നത്? കൊള്ളാം, എല്ലാം അടിച്ചു മാറ്റിയല്ലേ? എടുക്കാവുന്നതെല്ലാം അടിച്ചു മാറ്റി. ഇനി പറഞ്ഞ പണം ഇനി തന്നേ. പിന്നെ ഈ കമ്പനി പോകുമ്പോ ഞാനങ്ങ് എടുക്കുക. ഏതായാലും ഇനി അയാൾക്ക് നടക്കില്ലല്ലോ. ഇത് ഞാനും അങ്ങ് എടുക്കുക. ഏതോ ഒരു വിഡ്ഢി അയാളുടെ ഏറ്റവും നല്ല ഷർട്ടും ഇട്ട് കിടത്തിയിരിക്കുന്നു. എല്ലാരും പോയപ്പോ ഞാൻ അതും അങ്ങ് ഊരിയെടുത്തു. മരിച്ച ശേഷമേ ഇതൊക്കെ വേണമായിരുന്നെങ്കിൽ അയാൾ ഒരു നല്ല മനുഷ്യനാകണമായിരുന്നു. എങ്കിലിപ്പോ ആരെങ്കിലും അടുത്തുണ്ടായേ. ഓ ശരി ശരി, ഇന്നാ പറഞ്ഞ പണം സ്ത്രീകൾക്ക് ഞാൻ അല്പം കൂടുതൽ കൊടുക്കും. അതുകൊണ്ട് ഇനി വിലവേശയില്ല. വാ, നമുക്ക് പോകാം. ഇപ്പൊ എനിക്ക് മനസ്സിലായി ആ ഭാഗ്യപ്പെട്ട മനുഷ്യന്റെ അവസ്ഥ. എനിക്കും വരാം അല്ലേ? ഇയാളുടെ ഗതി എനിക്ക് വരാതിരിക്കാൻ എനിക്കാവുന്നതെല്ലാം ചെയ്തു കൊള്ളാം. ദയവായി നമുക്ക് ഇവിടുന്ന് പോകാം. ഒന്ന് ചോദിച്ചോട്ടെ, ആരാ 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 അവിടെ മരിച്ചു കിടന്നത്? എന്റെ മുറി, എന്റെ സാധനങ്ങൾ എവിടെ? ഞാൻ എവിടെയാ? ദൈവമേ, അത് ഞാൻ തന്നെയായിരുന്നു. അവരൊക്കെ പറഞ്ഞത് എന്നെ കുറിച്ചായിരുന്നു. എന്റെ ഭാവിയുടെ ആത്മാവേ, ഇതൊക്കെ സംഭവിക്കുന്നതോ അതോ മാറ്റാൻ കഴിയുന്നതോ? മനുഷ്യന്റെ വഴികൾ അവന്റെ അന്ത്യം പ്രവചിക്കുന്നു. പക്ഷേ ഈ വഴികൾ മാറുമ്പോൾ, തെറ്റുകൾ തിരുത്തുമ്പോൾ ഈ അന്ത്യങ്ങൾക്ക് മാറ്റമില്ലേ? ഉണ്ടെന്ന് പറയൂ. ഇനിയുള്ള ജീവിതം കൊണ്ട് എനിക്കിതെല്ലാം തിരുത്താൻ കഴിയില്ലെങ്കിൽ എന്റെ അന്ത്യം ഇതുപോലെ ഈ കല്ലറയിലാണെങ്കിൽ മാറ്റാനാവാത്ത ഒന്ന് കാട്ടിത്തരാൻ നീ എന്തിനു വന്നു? ഞാനിതാ അനുസരിച്ചു പറയുന്നു. ഞാൻ മാറിക്കോളാം. ഞാൻ കാണട്ടെ, ഞാൻ കേൾക്കട്ടെ, ഞാൻ അറിയട്ടെ. എന്റെ യഥാർത്ഥ ക്രിസ്മസ്
ഞാനെവിടെയാ? ഭൂതങ്ങൾ ഇതെവിടെ? എന്റെ മുറി, സമാധാനം. എന്റെ മനസ്സ് ഒരു അപ്പൂപ്പത്താടി പോലെ. എനിക്കിപ്പോൾ മലാനെ പോലെ ചിന്തിക്കാൻ കഴിയുന്നു. ഭൂതങ്ങളെ നന്ദി, നന്ദി. ഇന്നേതാ ദിവസം? ആരോടെങ്കിലും ചോദിക്കാം, ആരും ഇങ്ങോട്ട് വരില്ലല്ലോ. അങ്ങോട്ട് പോകുക തന്നെ. അതാ അന്നത്തെ കുട്ടി. മോനെ ഇങ്ങ് വാ. അങ്ങളിനി റൂൾ തടി അറിയില്ല. ഇങ്ങ് വാ ചോദിക്കട്ടെ. ഇന്ന് ഏതാ ദിവസം? Today is Christmas Day. ക്രിസ്മസ്? അപ്പോൾ ഭൂതങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഐ ലൈക്ക് ലൈഫ്. അറിയുമോ? ഇല്ല മോനെ, അങ്കിളിന് ഇപ്പോഴാ സുബോധം വീണത്. അതെ, ആ മോൻ വീണുടങ്ങി ആ ഇറച്ചിക്കട കണ്ടു. എന്റെ കാൽ വലിയ ഒരു ടർക്കിയും അവിടെ ഉണ്ട്. ഗുഡ് ബോയ്. എങ്കിൽ അത് തന്നെ വേണം എന്റെ ക്ലാർക്ക് മോബിന്റെ കുഞ്ഞിന് എടുത്തുവിടാൻ. ആ മോനത് കൊണ്ടുവരാൻ പറയാമെങ്കിൽ നിങ്ങൾക്ക് അല്പം പണം തരാം. 5 മിനിറ്റ് കൊണ്ട് വന്നാൽ തരാം. ഇന്റലിജന്റ് ബോയ്. അവന് വലിയൊരു കമ്പനി കൊണ്ടുപോയി വാങ്ങണം. ഞാൻ എന്റെ എല്ലാ കടങ്ങളും തന്നു വീട്ടിക്കാൻ. കടങ്ങളോ? ഞങ്ങൾക്കോ? ഇന്ന് വരെ കൊടുക്കാതിരുന്നത് മുഴുവനും കടമായി കിടപ്പുണ്ട്. ഒരു തുകയാത്. Merry Christmas, my dear son Fred. ഇതൊക്കെ റെഡിയായോ? നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ ലോകത്തോട് മുഴുവൻ വേറെ ക്രിസ്മസ് പറയാം. ഒരു നിമിഷം, മനസ്സിന്റെ കണ്ണാടിയിൽ സ്ക്രൂജിന്റെ മുഖം ഞാൻ ഇന്ന് കാണുന്നു. അവൻ ഇന്നും ജീവിക്കുന്നു നമ്മളിലൂടെ. മാറിനെ ഇനി വരുമെന്നും തോന്നുന്നില്ല. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. Thank you, Binoy and team. Thank you very much. Smashing performance. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഒരു തേങ്ങൽ ഈ നാടകം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുമെന്ന്. അതുണ്ടാകാത്തവർ തീർച്ചയായും മനുഷ്യരാണോ എന്ന് എനിക്ക് സംശയമുള്ളൂ.